നീ പിടിക്കുന്നമേ ഇതുമേ പിടിക്കാൻ എനിക്ക് അടിക്കി എന്താണ് നടക്കണേ? Hey guys, welcome back to Free Talks. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ലെഫ്റ്റ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഓവർ ഫുഡ് ചാലഞ്ച്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓവർ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓവർ അങ്ങനെയല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓവർ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓവർ ചെറുതാവണ്ടേ. ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയത് അതിന്റെ ഇടയിൽ നീ ഉണ്ടാക്കാൻ നിൽക്കല്ലേ കൊമ്പ നീ എന്റെ കാല് പിടിക്കല്ലേ നീ കാല് പിടിച്ചാൽ ഞാൻ എന്റെ രണ്ട് കാലം ഞാൻ പിടിക്കും ബ്രോ എന്താ ബ്രോ അവസരം കിട്ടും. നമുക്ക് ഫുഡ് ചലഞ്ച് ആണ് അറിയാലോ നിങ്ങൾക്ക് റൂളും കാര്യങ്ങളൊക്കെ. ലെഫ്റ്റ് ഇടുന്ന ആൾക്ക് ലെഫ്റ്റ് കഴിക്കാം, റൈറ്റ് ഇടുന്ന ആൾക്ക് റൈറ്റ് കഴിക്കാം. നിന്നോടൊക്കെ റൂള് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. അപ്പൊ റൈറ്റ് കിട്ടുന്ന ആൾക്ക് റൈറ്റ് കഴിക്കാം, ലെഫ്റ്റ് ഇടുന്ന ആൾക്ക് ലെഫ്റ്റ് കഴിക്കാം, ലെഫ്റ്റ് ഓവർ ഇടുന്ന ആൾക്ക് ബാക്കിയുള്ളത് കഴിക്കാം. ആൻഡ് ഒരെണ്ണം കൂടി ഉണ്ട് നോ ഫുഡ്. അത് ഇങ്ങനെ കണ്ടോളാം. ഗൈസ് ഇന്നത്തെ ഡേ 7 ആണ്. ഗ്രാഫും കാര്യങ്ങളും എല്ലാം അവസാനം കാണിക്കുക. അപ്പൊ നേരെ വീട്ടിലേക്ക് ലെറ്റ്സ് ഗോ. ഫാസ്റ്റ് എടുത്തോ ഞാൻ എടുത്തണ്ട്. ഇത് മറന്നു നീ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒരെണ്ണം നിനക്ക് എടുത്ത് തരാന്ന് വിചാരിച്ചിട്ടുള്ള നോ ഫുഡ്. ലെഫ്റ്റ് ഓവർ നോ ഫുഡ് കൂടിയാ എനിക്ക് കുറച്ചാളായിട്ട് കഴിഞ്ഞ പോലത്തെ ഇതിലും എനിക്ക് നോ ഫുഡ്. പിന്നെ എനിക്ക് വേറെ കേസ് എനിക്ക് ബണ്ണ് ഇഷ്ടമല്ല. പണ്ടൊരു കഷ്ടം ബ്രെഡിന് വേണ്ടി ലെഫ്റ്റ് അല്ലേ കുത്തി കെട്ടിട്ടാ ലെഫ്റ്റ് ഓവർ ഉണ്ട്. കഴിക്കണം. പിന്നെ ലെഫ്റ്റ് ഓവർ എന്ത് ചെയ്യാനാ? ഹോട്ടെന്നായിരിക്കും പറഞ്ഞ ഹോട്ടയാണ്. നിങ്ങൾ കേട്ടോ ഒച്ചേട്ടാ ഒച്ചകളെ കള്ളമ്പളങ്ങളെ കണ്ണൂത്തി പിടിക്കുക. കണ്ണൂത്തി പൊട്ടിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ സോറി മാപ്പ്. കാല് പിടിക്കേ ഇത് മൈദര് കൊണ്ടുവരും. സ്പെഷ്യൽ ചിക്കൻ റാപ്പ് ആണ് നമ്മുടെ ഈ സെക്കൻഡ് റൗണ്ടിൽ വന്നിരിക്കണം. ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ ലെഫ്റ്റ് ഓവർ. അപ്പൊ എനിക്ക് നടുവല്ലോ അല്ലേ? ഭാഗമല്ല റൈറ്റ് ലെഫ്റ്റ് ഇവര് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ചെട്ടത്തര കാണിക്കലേ അത്രേ ഉള്ളൂ. കഴിച്ചോ തള്ളി കയറ്റരുത്. അപ്പൊ കഴിഞ്ഞു. ഫൗള് കാണിക്കില്ലേ? ഇവിടെ നിന്നാണ് കാണിക്കണ്ടേ? ഇപ്പഴല്ല ലെഫ്റ്റ്. ഇനി പറഞ്ഞിട്ടല്ലേ ഇനി മറ്റേ സൈഡ് തന്നെ കടിച്ചോ. ഹാപ്പിയാണോ? സൂപ്പർ അല്ലേ? ഹാപ്പിയായോ? ഞാൻ പിന്നെ പരമ ഹാപ്പി അല്ലേ? നിങ്ങൾക്ക് ഫുഡ് തരുന്നോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം, സമാധാനം. അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് അപ്പൊ എടുത്തോ സ്വന്തമായിട്ട് തന്നെ ഞാനല്ലേ കണ്ണടച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കണ്ണട കള്ള ഞാൻ അതിപ്പോ തപ്പിടുക്കണ ഞാൻ കണ്ടു. അത് വേണ്ട കേട്ടോ. ഞാൻ തന്നെയല്ലേ. താങ്ക് യു. ലെഫ്റ്റ് ഓവർ. ഓ അത് നോ ഫുഡ്. താങ്ക് യു. ലെഫ്റ്റ്. ഇതിപ്പോ എങ്ങനെ ഇപ്പോ എങ്ങനെയാണ് കഴിക്കുക? അത് കഴിക്കും ബ്രോ. അത്രയുള്ളൂ തള്ളണ്ട അകത്ത് തള്ളല്ലേ. അകം തള്ളാൻ പാടില്ല. അപ്പൊ റെഡി ആയിക്കോ. ഇത് ബണ്ണും മറ്റേ അല്ല ബർഗർ. പിന്നെ പട്ടണത്തെ ബർഗർ ഡബിൾ ഓക്കെ. പക്ഷെ കൊള്ളാം കേട്ടോ. പറയാറല്ലേ അത് എങ്ങനെ ഉണ്ടോ? കഴിച്ചില്ലല്ലോ. സ്നേഹത്തിന്റെ നിറകൂടമേ. നന്മയുള്ളവനെ
കൊള്ളാം കേട്ടോ. നന്മമരമേ. കൊള്ളാല്ലേ? ക്രൂ അങ്ങനെ ഒരു ചാൻസ് ഞാൻ തന്നാണ്. ഞാനും അത് ശരിയാ. ക്രൂ അങ്ങനെ ഒരു ചാൻസ് അതുവരെ ചോദിച്ചില്ല നിങ്ങളുടെ ഈ സാധനം. കാരണം നമുക്കറിയാം നടക്കില്ല. പിന്നെ അറിഞ്ഞിട്ടും പിന്നെ പറഞ്ഞ് വെറുതെ അവനെ കൊതി ഇത് ഒരു ആശയാണ് കൊടുക്കണത്. നമ്മളങ്ങനെ ചെയ്യത്തില്ല. വളരെ തെറ്റാണ്. തെറ്റ് മനസ്സിലാക്കുന്നത്. നീ പറയിട്ട് ചേഞ്ച് ആയി. നീ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിച്ചിങ്ങനെ ഇരിക്കാറാണ് പതിവ്. ചലഞ്ചായിട്ട് ഭാഗത്താണ് തെറ്റ് വിട്ടുകൊടുക്കാണ് അല്ലേ? ഞാൻ വിട്ടുകൊടുക്കാം. ഞാൻ അംഗീകരിച്ചു. ഞാൻ വേറൊരാളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ എനിക്ക് എന്ത് പേഴ്സണലി എനിക്ക് നിങ്ങളൊക്കെ അങ്ങനെ നല്ലടാ ചെയ്യുന്ന ഞാൻ കണ്ടേക്കാം. നീ എന്റെ അനിയനെ പോലല്ല, അനിയന. എനിക്ക് കിട്ടിയ 4ാമത്തെ ഗിഫ്റ്റാ. 1 2 3 അത് 1ാമത്തെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ചിക്കൻ കാലാണ്. ബ്രോസ്റ്റഡ് ചിക്കൻ കാൽ. നോ ഫുഡോ? ലെഫ്റ്റ് ഓവർ. ഭാഗ്യം ഉണ്ടോ? ലെഫ്റ്റ്. അയ്യോ നോ ഫുഡ്. റൈറ്റ്. എന്താ ഇതിലേതാ ലെഫ്റ്റ്? ഇത് യെസ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇതിപ്പോ എല്ല് പീസാണല്ലോ. കടിച്ചെടുക്കണ്ട. എങ്ങനെ ഇങ്ങനെ കടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചെടുത്ത ഞാൻ ഇറച്ചി കടിച്ചെടുക്കാന്ന് ഞാൻ അത് കഴിക്കണ്ട, അത് കുത്തി കയറും. ഇപ്പൊ കഴിച്ച ഇതല്ല ഇതുമേ നീ പിടിക്കുമേ ഇതുമേ പിടിക്കാൻ എനിക്ക് അടിക്കി വലിച്ചെടുക്കും. എന്താണ് നടക്കണേ? പിടിക്കും ഞാൻ വായി തീർന്നില്ല. ചുമ്മാടാ ഞാൻ ഇങ്ങനെ കടിച്ചു തന്നതാണ്. പക്ഷെ വായിക്കാന്ന് എടുത്തിട്ട് കടിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? നെക്സ്റ്റ് റൗണ്ടിൽ എത്തിയിരിക്കുന്ന മോമോസ് ആണ്. മോനെ ഇവിടെ അല്ല തുറക്കണ്ടേ, അവിടെയാണ് തുറക്കണ്ടേ. അതിനെ ഒറ്റ കുത്തേ പാടുള്ളൂ. ആ ഒറ്റ കുത്തി കിട്ടിയേ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയാണ് ക്രൂ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടെണ്ണത്തെ അതിനെ പറഞ്ഞ അവൻ കണ്ടില്ലായിരുന്ന കൂടിയാ. അപ്പഴേ ബ്രോയ്ക്ക് കിട്ടാത്ത സ്ഥിതിക്ക് നോ ഫുഡിൽ എനിക്കൊരു കുത്തൽ കിട്ടുമോ? കിട്ടത്തില്ല. സ്പൈസി സാധനം കേട്ടോ. പണിയായിരുന്നു. ഞാൻ ചെറിയിട്ടുണ്ടായിട്ട് എനിക്ക് ഭയങ്കര എനിക്കറിയാതെ ഞാൻ ചോദിച്ചാൽ 2 എടുക്കാന്ന് വിചാരിച്ചു തുമ്പിന്ന്. ഇനി എങ്ങാനും നമ്മുടെ മറ്റു സ്പൂണാണ് കുഴപ്പമില്ല, ഇത് മറ്റേ പേപ്പർ സ്പൂണല്ലേ, കട്ടിയില്ല. ശരിക്കും ഈ റൗണ്ട് ലെഫ്റ്റ് ഓവർ കിട്ടിയതിനാണല്ലേ ഭാഗ്യം. ഇതൊരു പണിയെ മാറുന്നുണ്ടോ? ചെറുതായിട്ട് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. പക്ഷെ ഐ വിൽ ഡു ഇറ്റ് ഫോർ ഡിറ്റോക്സ്.
അത്ര നിർബന്ധമൊന്നും ഇല്ല. കളയണ അല്ല അത് മസാല മസാലയാണ്. മസാല അപ്പൊ പിന്നെ ഞാൻ അവിടെ നക്കു ഓടിയിരുന്നിട്ട് അതാണ് ലെഫ്റ്റ് ഓവർ. ഇത് ശരിക്കും അത് മൊത്തം കഴിക്കണം, നക്കെടുക്കണം ലെഫ്റ്റ് ഓവർ. ബ്രോ അതൊക്കെ ലെഫ്റ്റ് ഓവർ ആണ്, അത് കഴിക്കണം. ഇത് ലെഫ്റ്റ് ഓവറിലെല്ലാം ബ്രോ കഴിച്ചാ കഴിച്ചല്ലോ. ബ്രോക്ക് അതിൽ കിട്ടിയ ലെഫ്റ്റ് ഓവർ പിന്നെ എന്തിനാ താമന്ന മാർക്കറ്റിംഗ് ഉണ്ടാക്കണ്ടല്ലേ, പെർഫോമൻസ് ഞാൻ ബികോമ പഠിയാ. അപ്പൊ എനിക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് നന്നായിട്ട് അറിയാം. പിന്നെന്താ പറയാ ഇവിടെ പണിയെടുക്കാൻ. പിന്നെ ഞാൻ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് പഠിച്ചു. അപ്പൊ പക്ഷെ course complete പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരാളുടെ ഓവർ പെർഫോമൻസ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മള് BBA പഠിച്ചവർ ഇത്ര ഓവർ പെർഫോമൻസ് കാണിക്കാൻ എനിക്ക് പിന്നെ അൾട്രാ ഓവർ പെർഫോമൻസ് കാണിച്ചൂടെ? So guys, let's go to the next round. നമ്മള് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. ലെഫ്റ്റ് ഓ നീ അത് കീറിയാണോ മോനെ? ലെഫ്റ്റ് ഓവർ. റൈറ്റ് ലെഫ്റ്റ് ആണല്ലോ. ലെഫ്റ്റ് ആദ്യം കഴിച്ചോ? അയ്യോ അതല്ല ലെഫ്റ്റ്, ഇതാ ലെഫ്റ്റ്. ഇതെങ്ങനെയാ? ഒറ്റ കോറില് ഒറ്റ ബൈറ്റ്. ഒറ്റ കോറില് ഒറ്റ ബൈറ്റ്. പോയി ഓക്കെ റൈറ്റ് വെച്ചോ. ഒക്കെ കുറച്ച് ഇനിയിപ്പോ താഴെ വിടും കേട്ടോ. ഭയം വായിലിട്ടോ, വിറക്കല്ലേ. പിന്നെ താങ്ക് യു. ഹാപ്പിയായോ? ഹാപ്പിയായോ? ഹാപ്പി. കേട്ടോ കേട്ടോ, ഇഷ്ടമുണ്ട്. നല്ല രസമുണ്ടല്ലേ? നല്ല ചൂടൻ സാധനമായിട്ട് നല്ല ടേസ്റ്റാ. ചൂട് സാധനം അല്ല ബ്രോ എന്തായിരുന്നു കാണിച്ചേ? എന്താ ഒക്കെ എടുത്ത് താഴെ ഇട്ടിട്ട് അത് ആ ഒരു സാധനം നീണ്ടിരിക്കണ കൊണ്ട് കിട്ടിയിരുന്നോ? ഇരിക്കുന്നതാണല്ലോ സാധാരണ കിട്ടാറ്. പക്ഷെ രണ്ടുപേരും മെസ്സേജ് ചെയ്തത് ഇങ്ങനത്തെ വർത്താനം എന്താണ്? ആദ്യം സോറി മെസ്സേജ് ഞാനും അത് വേദനിപ്പിക്കാതെടാ. ബ്രോ ഒരു മെസ്സേജ്. സുഹൃത്ത് ബന്ധം ഇത്ര ഉള്ളൂ. അങ്ങനത്തെ വന്നു. നമ്പനെ പോലെ ആരുമില്ല. ഇല്ല, വെറുതെ ഞാൻ സ്റ്റോറി ഇട്ടതാ. നൻപരല്ല, നൻപരാണെങ്കിൽ ചോദിക്കുന്ന വഴിക്ക് തന്നെ മെസ്സേജ് ഫേക്ക് ഫ്രണ്ട് അല്ലേ? ഫേക്ക് ഫ്രണ്ട്. ജസ്റ്റ് ഇച്ചിരി ഫേക്ക് വേൾഡ്, ഫേക്ക് ഫ്രണ്ട്സ്. അപ്പൊ ഫേക്ക് വേൾഡ് എന്ന് ഉദ്ദേശിച്ച ഫേക്ക് ഓഡിയൻസ് അല്ല, ഫേക്ക് ഫാമിലി. യെസ്. ഈ വേൾഡ് എന്ന് പറയുമ്പോ അതിനകത്ത് ഫാമിലി ഉൾപ്പെടും. ഞാൻ അവരെ രക്ഷിച്ചോണ്ടിരിക്കുക ഈ ഫേക്ക് വേൾഡിൽ നിന്ന്. എങ്ങനെ രക്ഷിച്ചേ? നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്ന് പറയാം? കുറച്ചുകൂടെ ഫേക്ക് കാര്യങ്ങളുണ്ട്. മനസ്സറിഞ്ഞ് അറിയാത്തവർക്ക് എന്റെ എന്തെന്ന് എന്നെ സ്നേഹിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. മനസ്സിലായോ? 3 പേരോട് ഇത് എവിടെ പിടിച്ചതാ? ഓക്കെ. സോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചലഞ്ച്? ചലഞ്ച് കൊള്ളാം. അടിപൊളിയായിരുന്നു. എനിക്കും ഓക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ ചലഞ്ച് കിട്ടി ഇങ്ങനെ ജയിച്ചോണ്ടിരിക്കാത്തതുകൊണ്ട് നിങ്ങളൊന്ന് ജയിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അടിപൊളിയാണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട അതിന് മുമ്പ് ഞാൻ കാര്യം പറയാം. നമ്മുടെ ഗ്രാഫും കാര്യം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ വോട്ട് എല്ലാവർക്കും ചെയ്യുക. ലൈക്ക് വീഡിയോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതിന്റെ ബേസിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കൈ കാലം പിടിക്കുന്നതിന് കൊടുക്കരുത്. ഇങ്ങനെ എനിക്ക് ചെയ്യ് അങ്ങനെ പറയുന്നവർക്ക് ആർക്കും കൊടുക്കില്ല. പെർഫോം ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ കൊടുക്കുക. എന്നാലാണ് കറക്റ്റ് ആ ഒരു ഗിഫ്റ്റ് കറക്റ്റ് ഒരാളുടെ കയ്യിലേക്ക് ചെന്നെത്തുള്ളൂ. ഡിസർവ് ആയിട്ടുള്ള ആളുകളിൽ ചെന്നെത്തുള്ളൂ. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു.